പെട്രോൾ ഡീസൽ വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് കെഎസ്യുവിന്റെ വേറിട്ട പ്രതിഷേധം. കാസർഗോട്ട് ബൈക്കുകൾ ഉരുട്ടിയാണ് പ്രതിഷേധിച്ചത്. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പെട്രോൾ ഡീസൽ വിലയും കൂട്ടി, പെട്രോൾ ഡീസൽ വിലയും കൂട്ടി, പെട്രോൾ ഡീസൽ വിലയും കൂട്ടി, പെട്രോൾ ഡീസൽ മോദി ഭരിക്കും കൊള്ള സംഘം, മോദി ഭരിക്കും കൊള്ള സംഘം, മോദി ഭരിക്കും കൊള്ള സംഘം. പ്രതിഷേധം 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 കെഎസ്യുവിൻ പ്രതിഷേധം, കെഎസ്യുവിൻ പ്രതിഷേധം, കെഎസ്യുവിൻ പ്രതിഷേധം, കെഎസ്യുവിൻ പ്രതിഷേധം. വിദ്യാർത്ഥികളുടെ പ്രതിഷേധം, വിദ്യാർത്ഥികളുടെ പ്രതിഷേധം, വിദ്യാർത്ഥികളുടെ പ്രതിഷേധം, വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. ഹേ മിസ്റ്റർ നരേന്ദ്ര മോദി, ഹേ മിസ്റ്റർ നരേന്ദ്ര മോദി, എവിടെ എവിടെ അച്ചാദീൻ, എവിടെ എവിടെ അച്ചാദീൻ, എവിടെ എവിടെ അച്ചാദീൻ, എവിടെ എവിടെ അച്ചാദീൻ. പ്രതിഷേധം 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 പ്രതിഷേധം. സർക്കാരല്ലിത് കൊള്ള സംഘം, സർക്കാരല്ലിത് കൊള്ള സംഘം, സർക്കാരല്ലിത് കൊള്ള സംഘം, സർക്കാരല്ലിത് കൊള്ള സംഘം. പെട്രോൾ ഡീസൽ വില നിരന്തരം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ ബൈക്കുകൾ തള്ളി പ്രതിഷേധിച്ച് കെഎസ്യു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും പ്രസ് ക്ലബ്ബ് ജംഗ്ഷനിലുള്ള പെട്രോൾ പമ്പ് വരെയാണ് കെഎസ്യു കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബൈക്കുകളും സ്കൂട്ടറുകളും തള്ളി പ്രതിഷേധിച്ചത്. കെഎസ്യു കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജവാദ് പുത്തൂറിന്റെ നേതൃത്വത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ക്രമാതീതമായി പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചു വരുമ്പോഴും നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ വലയുമ്പോഴും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ രാജ്യങ്ങൾ ചുറ്റി നടക്കുന്ന പ്രധാനമന്ത്രി രാജ്യത്തിന് നാണക്കേടാണെന്ന് കെഎസ്യു പ്രസ്താവിച്ചു. എഐസിസി കോർഡിനേറ്റർ മനാഫ് നുള്ളിപ്പാടി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കെഎസ്യു ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജവാദ് പുത്തൂർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ആദർശ് കെ സ്വാഗതവും അൻസാരി നന്ദിയും പറഞ്ഞു. ജില്ലാ ജനറൽ സെക്രട്ടറി അഖിൽ ജോൺ, വിഷ്ണു ഇരിയണ്ണി, സുജിത് എസ്, വൈഷ്ണവ് കോളിച്ചാൽ, ഷജാഹ് പട്ല എന്നിവർ നേതൃത്വം നൽകി. വിദ്യാർത്ഥികൾ ഈ തെരുവിലിറങ്ങണമെങ്കിൽ ഈ രാജ്യത്തുണ്ടായിട്ടുള്ള അരാജകത്വം, ഈ രാജ്യത്തുണ്ടായിട്ടുള്ള വിദ്യാർത്ഥികൾക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, വിദ്യാർത്ഥികൾ പഠനം കഴിഞ്ഞിട്ട് അവർ എവിടെ പോകണമെന്ന് പോലും അറിയാത്ത രീതിയിലുള്ള അവസ്ഥയാണ് ഈ രാജ്യത്തുണ്ടായിട്ടുള്ളത്. ഈ ഒരു പെട്രോൾ വില വർധന ഇന്നലെ ഞാനിപ്പോൾ അന്വേഷിച്ചപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഈ കഴിഞ്ഞ 3 ദിവസം കൊണ്ട് 15 രൂപയുടെ വ്യത്യാസമാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഈ വിലവർധനയ്ക്ക് കാരണം? എവിടെയാണ് ഇവിടെ ഈ രാജ്യം ഭരിക്കുന്നത്? ഓരോ തരത്തിലും ഓരോ നേരത്തെ പറഞ്ഞതുപോലെ റീലുകൾക്ക് കണ്ടന്റ് ഉണ്ടാക്കാനുള്ള ഒരു യാത്രയിലാണ് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയും അതടങ്ങുന്ന ഭരണകൂടം മൊത്തം. എവിടെ ഈ രാജ്യത്ത് ഈ ക്രൂഡ് ഓയിലിൻ്റെ വില താരതമ്യേന കുറഞ്ഞിട്ടും അത് രാജ്യത്ത് ഉണ്ടാക്കിയിട്ടുള്ള വിലവർധന എവിടെയാണ്? രാജ്യത്ത് വിലവർധന ഉണ്ടാക്കിയിട്ടുള്ളത് കേന്ദ്ര സർക്കാർ സപ്പോർട്ട് ചെയ്യുന്ന കുത്തക കമ്പനികൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ആർക്കാണ് ഇതിൻ്റെ ലാഭം? ഈ ഒരു അധിക നികുതി എടുക്കുന്നതുകൊണ്ട് അധിക വരുമാനമാണ് ഈ പെട്രോൾ ഉൽപ്പന്നങ്ങളെ കൊണ്ട് ഈ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ എടുക്കുന്നതെങ്കിൽ തീർച്ചയായും ജനങ്ങൾ ഇനിയും തെരുവിലിറങ്ങും. ഈ വിദ്യാർത്ഥി സമൂഹം ഇറങ്ങിയതുപോലെ ഇനിയുള്ള നാളുകളിൽ ഈ രാജ്യത്തെ ഓരോ ആളുകളും തെരുവിലിറങ്ങിക്കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തിലെ ജനങ്ങൾക്കെതിരെ ഉണ്ടാക്കുന്ന അധികഭാരത്തെ ചോദ്യം ചെയ്യുമെന്ന് മാത്രമല്ല, 4 സംസ്ഥാനങ്ങളിൽ നടന്ന ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം ക്രമാതീതമായി പെട്രോൾ, ഡീസൽ ഉൾപ്പെടെയുള്ള പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇലക്ഷനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് ആ സമയത്ത് മാത്രം വില പിടിച്ചു നിർത്തി അതിനുശേഷം ജനങ്ങളെ എല്ലാ നിലക്കും ബുദ്ധിമുട്ടിക്കുന്ന ഒരു തരത്തിലാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇത്രയും വളരെ പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിലൂടെ നമ്മുടെ രാജ്യം കടന്നു പോകുമ്പോൾ അതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കാതെ അതിനു പകരം പല രാജ്യങ്ങളിൽ കറങ്ങി നടന്ന് ഇവിടുത്തെ ട്രോളന്മാർക്ക് കണ്ടന്റ് ഉണ്ടാക്കാനും ഇവിടുത്തെ ആളുകൾക്ക് പരിഹാസ കഥാപാത്രമാകാനുമാണ് ഇവിടുത്തെ നരേന്ദ്രമോദി ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പരാജയ കാരണം. അതേപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു പ്രതിഷേധവുമായിട്ട് കടന്നു വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാർത്ഥികളടക്കം
ഈ സമൂഹത്തിന്റെ നാനാ തുറകളിൽപ്പെടുന്ന അനേക കോടികൾ വരുന്ന സാധാരണ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഈ വിഷയത്തിലടക്കം ഒരു നടപടിയും സ്വീകരിക്കാൻ സാധിക്കാതെ നിരന്തരം ഈ പെട്രോൾ ഡീസൽ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനൊരു സമരവുമായിക്കൊണ്ട് KSU കാസർഗോഡ് ജില്ലാ കമ്മിറ്റി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇന്ധനവില വർധനവിനെതിരെ കാഞ്ഞങ്ങാട്ടും പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ട്രെയിൻ തടഞ്ഞു. ഉച്ചയ്ക്ക് 12 മണിക്ക് ചെന്നൈയിൽ നിന്നും മംഗലാപുരത്തേക്ക് പോകുന്ന ഇന്റർസിറ്റി എക്സ്പ്രസ് ആണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ തടഞ്ഞത്. സമരം DCC വൈസ് പ്രസിഡന്റ് BP പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇന്നലെ 2.61 പൈസയും അതുപോലെ തന്നെ 2.71 രൂപയും ഇന്നലെയും വർദ്ധിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ 10 ദിവസത്തിൽ 10 രൂപയിലേറെ വർദ്ധിച്ച ഒരു സാഹചര്യമാണെന്നുള്ളത്. കേരളത്തിൽ ഈ രാജ്യത്തിനകത്ത് 10 ദിവസം കൊണ്ട് ഇത്രയധികം തവണ വില വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന നരേന്ദ്രമോദിയുടെ ഈ സർക്കാരിന്റെ പോരാട്ടമാണ്. ഇനി ഒരു തുടക്കം മാത്രമാണ്. അംബാനിയുടെയും അദാനിയുടെയും കൈവെള്ളയിൽ കൊണ്ട് അവർക്ക് വേണ്ടി ഒരു ടിഷ്യൂ പേപ്പറിന്റെ വില പോലും ഇല്ലാത്ത ഒരു പ്രധാനമന്ത്രിയായി ഈ രാജ്യത്ത് നരേന്ദ്രമോദി മാറിയിരിക്കുന്നു. ആ സർക്കാരിന്റെ പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ്. നമുക്ക് പറയാനുള്ളത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കാർത്തികേയൻ, ജനറൽ സെക്രട്ടറിമാരായ വിനോദ് കപ്പിത്താൻ, മാർട്ടിൻ ജോർജ്, കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷിബിൻ ഉപ്പിലിക്കൈ, മഞ്ചേശ്വരം നിയോജക മണ്ഡലം പ്രസിഡന്റ് ജുനൈദ് ഉറുമി എന്നിവർ നേതൃത്വം നൽകി. 25ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സമരത്തിൽ പങ്കാളികളായി. പ്രവർത്തകരെ റെയിൽവേ പോലീസ് നീക്കം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.